നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മണലിപ്പുഴയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുക്കാട് കാഞ്ഞൂപ്പാടത്ത് മഴയെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. ആളപായമില്ല. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ മഴക്കാല ദുരന്ത നിവാരണ അവലോകന യോഗം നടത്തി. ദേശീയപാത ആമ്പല്ലൂരിൽ നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയ്ക്ക് മുകളിലെ അപ്രോച്ച് റോഡിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി. അളഗപ്പ നഗർ LPU സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. മണലിപ്പുഴയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മടവാക്കര കാച്ചക്കടവിൽ അപകടം നടന്നത്. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ആലുവയിലെ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ കോളേജിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. വളവുള്ള ഭാഗത്ത് വെച്ച് കാർ നിയന്ത്രണം വിട്ടതോടെ സിനാൻ വാഹനത്തിൽ നിന്ന് ഡോർ തുറന്ന് ചാടിയിറങ്ങുകയായിരുന്നു. തുടർന്ന് തൊട്ടു പിറകെ വരികയായിരുന്ന യാത്രക്കാരുടെ സഹായത്തോടെ കാർ കയറുപയോഗിച്ച് പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കാർ. പുതുക്കാട് അഗ്നിരക്ഷാ സേനയും സ്കൂബ ടീമും ചേർന്നാണ് ദൗത്യം നടത്തുന്നത്. ശക്തമായ ഒഴുക്ക് തിരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് വരെയും കാർ പുറത്തെടുക്കാനായില്ല. പുതുക്കാട് കാഞ്ഞൂപ്പാടത്ത് ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. പുതുക്കാടൻ വീട്ടിൽ ഷാജുവിന്റെ ഓടിട്ട വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. വീടിന്റെ വർക്ക് ഏരിയ പൂർണ്ണമായും തകർന്നതോടെ കെട്ടിടം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതിനെ തുടർന്ന് വീട്ടുകാരോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, പഞ്ചായത്ത് അംഗം സിജു പയ്യപ്പള്ളി, വില്ലേജ് ഓഫീസ് അധികൃതർ, ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മഴക്കാല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അവലോകന യോഗം ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിനോയ് നെരിനാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK ബിന്ദു, ഷാജു കാളേങ്കര, PC സുബ്രൻ, ജസ്റ്റിൻ പെരുമണിശ്ശേരി, അമൃത സുനിൽ, സവിത ജനൻ, ജോറോം ജോൺ, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾസൻ തെക്കുംപീടിക, ഡെപ്യൂട്ടി തഹസിൽദാർമാർ, വനംവകുപ്പ് അധികൃതർ, വിദ്യാഭ്യാസ ഡയറക്ടർമാർ, ഫയർഫോഴ്സ് ഓഫീസർമാർ, ഇറിഗേഷൻ വകുപ്പ്, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് അധികൃതർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ദേശീയപാത അധികൃതർ അടക്കം യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ 7 പഞ്ചായത്തിൽ അന്ന് നമ്മൾ നിയോജകരുടെ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഈ ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രം വിളിച്ചുകൊണ്ടൊരു അവലോകന യോഗം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നേതൃത്വത്തിൽ നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും അതുപോലെ തന്നെ മുന്നൊരുക്കങ്ങളുടെയും ഭാഗമായിട്ട് നമ്മളൊരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ കേരളത്തിലുടനീളം അപ്രതീക്ഷിതമായിട്ടുള്ള മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. വളരെ വിശദമായിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് വീണ്ടും എടുത്തു പറയേണ്ടതില്ല. മൂന്നൂർ കാലത്തിന്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്തില് 5 വില്ലേജാണ് വരുന്നത്. അതായത് ദേശീയപാത ആമ്പല്ലൂരിൽ നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയ്ക്ക് മുകളിൽ അപ്രോച്ച് റോഡിലെ വെള്ളക്കെട്ട് അപകട ഭീഷണിയാകുന്നു. സർവീസ് റോഡിൽ ഡ്രൈനേജുകൾ നിർമ്മാണം പൂർത്തീകരിക്കാത്തതും ദുരിതമായി. ആമ്പല്ലൂരിൽ നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയ്ക്ക് മുകളിലെ അപ്രോച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയതോടെ കാലങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായെങ്കിലും മേഖലയിലെ ദുരിതങ്ങൾ ഒഴിയുന്നില്ല. മഴ ശക്തമായാൽ മേൽപ്പാലത്തിന് മുകളിൽ പാതയുടെ ഇരുവശത്തും കനത്ത വെള്ളക്കെട്ടാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് യാത്രക്കാർ പറയുന്നു. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ചാലക്കുടി ഭാഗത്തെ അപ്രോച്ച് റോഡിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം
മുഴുവൻ കുത്തിയൊഴുകുന്നത് താഴെ വില്ലേജ് കോർട്ട് റോഡിലേക്കാണ്. നിരവധി വർക്ക്ഷോപ്പുകൾ സ്ഥിതി ചെയ്യുന്ന റോഡിൽ സ്ഥാപനങ്ങൾ വെള്ളക്കെട്ടിലാകുന്നത് വലിയ പ്രതിസന്ധിയാണ്. അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കാറുകളും ഇരുചക്രവാഹനങ്ങളും വെള്ളവും ചെളിയും കയറി നശിക്കാതിരിക്കാൻ പെടാപ്പാടിലാണ് സ്ഥാപന ഉടമകൾ. സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വലിയ നഷ്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്കുണ്ടായത്. ഇത് ഇവിടുത്തെ ഹൈവേയുടെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആമ്പല്ലൂർ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ വഴിയിലേക്ക് വരുന്നത്. ഞങ്ങളിവിടെ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അവരവിടെ 2 സ്ഥലത്ത് പഞ്ചായത്തുകാർ ഇടപെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നണേ. അവർ 2 സ്ഥലത്ത് പൊട്ടിച്ച് പകുതി വെള്ളം അങ്ങോട്ട് ഒഴുകി കളയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച പെയ്ത മഴയിൽ ഈ ഭാഗം മൊത്തം വെള്ളത്തിലായി. ഈ കടലുള്ളിലേക്കൊക്കെ വെള്ളം കയറി. അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കാനുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. കൊല്ലം കുറച്ചായി നമ്മൾ ഈ ദുരിതം ഇവിടെ അനുഭവിക്കുന്നു. 2018, 2023 അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ അനാസ്ഥ മൂലം, ഉദ്യോഗസ്ഥരുടെ ആരോ അനാസ്ഥ മൂലം സംഭവിക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് നമ്മൾ പാവപ്പെട്ടവരായ ഞങ്ങളാണ് ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ദുരിതത്തിന് ഞങ്ങൾക്കൊരു മോചനം വേണം. ദേശീയപാതയിലെ ഡ്രൈനേജുകൾ കൃത്യമായി നിർമ്മാണം പൂർത്തിയാകാത്തതാണ് പ്രധാന പ്രശ്നമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഒറ്റമഴയിൽ തന്നെ വെള്ളം കയറുന്ന വില്ലേജ് കോർട്ട് റോഡിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ കരോട്ട് പറഞ്ഞു. ഇതിൻ്റെ മെയിൻ കാരണം എന്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹൈവേക്കാർ ഈ റോഡ് 2 സൈഡിലും കാന കറക്റ്റല്ല, ഒക്കെ വിട്ടാണ് കാന ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് കാന കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് ഇവിടെ നിന്നുള്ള വെള്ളം നേരെ അങ്ങോട്ട് മറയാനും വലിയ കനാലുകളിലൊക്കെ അടഞ്ഞു കിടക്കുക. അതൊക്കെ കറക്റ്റായിട്ട് വൃത്തിയാക്കി നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാവും. പക്ഷേ ഈ വെള്ളം പോകാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് വരുന്ന ഈ ചെറിയൊരു മഴയ്ക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് വെള്ളം കയറി വർക്ക്ഷോപ്പുകളിൽ പണി നടക്കാൻ പറ്റാണ്ട്. 2 പ്രാവശ്യമായി ഇപ്പോൾ 2 ദിവസമായി ഇപ്പോൾ പണികൾ നടത്താൻ. അപ്പോൾ 2 സൈഡിലും ഒരു ഭയങ്കരമായിട്ടുള്ള ആമ്പല്ലൂർ സെൻറ്ററിൽ നിന്ന് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ശരിക്കും നേരെ ഒഴുകി ഈ വില്ലേജ് കോർട്ട് റോഡിലേക്ക് ഫുള്ള് വരണം. അപ്പോൾ അത് തടയാനുള്ള ഒരു സംവിധാനം അധികൃതർ ഉണ്ടാക്കിയാൽ അവരെ കണ്ണു തുറക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും ഈ ഭാഗത്തുള്ളവർക്ക്. പഞ്ചായത്തിലും ദേശീയപാത അതോറിറ്റിക്കും പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതർ ആരും തന്നെ തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടില്ലെന്നും തൊഴിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ വരെ ഫുള്ളായിട്ട് വെള്ളമാണ്. അപ്പോൾ നമ്മളിത് വേണ്ട രീതിയിൽ ഇവിടെ പഞ്ചായത്തിലൊക്കെ പോയി പരാതിയും കാര്യങ്ങളൊക്കെ അസോസിയേഷൻ്റെ രീതിയിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരാളും കൂടി തിരിഞ്ഞു നോക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. പഞ്ചായത്തിലായാലും എവിടെ ആയാലും നമ്മൾ എന്ത് കാര്യം എന്ന് പറഞ്ഞാലും ഒരു വില വയ്ക്കാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ശക്തമായ പ്രതിഷേധം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ വന്നത് തന്നെ വലിയൊരു കാര്യം. ജനങ്ങളറിയട്ടെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്തിനായിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വർക്ക്ഷോപ്പുകളുടെ അവസ്ഥകൾ നോക്കിയാൽ ആ വർക്ക്ഷോപ്പിലൊക്കെ ഒരു തരി വെള്ളം പുറത്തേക്ക് പോകാൻ ഒരു വകുപ്പില്ലാത്ത കണ്ടീഷനിലാണ് ഇവിടെ എല്ലായിടത്തും. ഇപ്പോൾ മഴ പെയ്ത് നിൽക്കുന്ന നേരമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ അവസ്ഥ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളം കളി നടത്താൻ പറ്റിയൊരു സ്ഥിതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പണിയെടുക്കാൻ പറ്റാത്ത കണ്ടീഷനായി. പണിയെടുത്താലും നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യില്ല. ഒരു വാടക കൊടുത്താണ് നമ്മൾ നിൽക്കുന്നത് കാര്യങ്ങൾ. മഴ ഒഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളവും ചെളിയും കയറിയ സ്ഥാപനങ്ങൾ വൃത്തിയാക്കുന്നതിന് സമയം ചിലവഴിക്കേണ്ടതിനാൽ തൊഴിലെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വില്ലേജ് കോർട്ട് റോഡിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. റോഡിന് ഇരുവശത്തുമുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കിയും കാനകൾ വൃത്തിയാക്കിയും സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഒഴിവാക്കി തരണമെന്ന് മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അളഗപ്പ നഗർ LPU സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ഷീല ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജേഷ് പറ്റാളി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം. അങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് അടിയന്തരമായി ഉദ്ഘാടന യോഗത്തിന് എല്ലാ സർക്കാർ സ്കൂളുകളുടെയും HMമാരെയും പ്രിൻസിപ്പാൾമാരെയും PT പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളെയും KSEB ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെയും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് എടുത്തു.
പറപ്പൂക്കര പള്ളം ഇക്കോ ടൂറിസം പദ്ധതി എന്ന വ്യാജേന പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പള്ളത്തെ ഏക്കർ കണക്കിന് സ്ഥലത്ത് തള്ളിയ തെർമോകോൾ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷാജു കോമ്പാറക്കാരൻ, ബീന സുരേന്ദ്രൻ, KV രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് പരിശീലന ക്ലാസ് നൽകി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2026-2027 വർഷത്തെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തേൻകണം തേനീച്ച കൃഷി പദ്ധതി ആത്മ 2026-2027 പദ്ധതികളുടെ ഭാഗമായും സംഘടിപ്പിച്ച പരിശീലന ക്ലാസ്സിൽ നിരവധി കർഷകർ പങ്കെടുത്തു. തേനീച്ച വളർത്തലിലെ മാസ്റ്റേഴ്സ് ട്രെയിനികളായ ലിനേഷ് അന്തിക്കാടൻ, ഫ്രെഡി പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിൽ തേനീച്ച വളർത്തലിലെ ശാസ്ത്രീയ വശങ്ങളും പ്രായോഗികതയും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. പരിശീലന ക്ലാസ്സിൽ തേനീച്ച വളർത്തലിലെ വിവിധ ഇനം ഈച്ചകൾ, അവയുടെ പരിപാലനം, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം, തേനെടുക്കൽ, തേൻ ഉൽപ്പന്നങ്ങൾ, സ്വന്തമായി തേനീച്ച കൂടുകൾ തുറന്ന് തേനെടുക്കുന്നതിനുള്ള പരിശീലനം, തേനീച്ച കൃഷിയിലൂടെ കൃഷിഭൂമിയിലുണ്ടാകുന്ന വിളവെടുപ്പ് വർധനവ് എന്നിവ അടക്കമുള്ള വിശദമായ പരിശീലന ക്ലാസാണ് നടത്തിയത്. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിന്ത പബ്ലിഷേഴ്സിന്റെ നേതൃത്വത്തിൽ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ വെച്ചാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. തുടർന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും K രാജൻ MLAയും പങ്കെടുത്തുകൊണ്ടുള്ള അതിജീവനത്തിന്റെ ഇടതുബദൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പാനൽ സംവാദവും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച DYFI മുൻ ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, മേഖലാ കമ്മിറ്റികളെ നയിച്ച സെക്രട്ടറി പ്രസിഡന്റുമാരുടെ പൂർവ്വകാല സംഗമവും കലാസന്ധ്യയും പാലിയേക്കരയിൽ വെച്ച് സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 19 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഐനസ് ആന്റണിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പൊതുസമ്മേളന നഗരിയിൽ തെളിയിക്കുന്നതിനുള്ള ദീപശിഖാ പ്രയാണം ആരംഭിക്കും. മറ്റു ബ്ലോക്കുകളിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖാ റാലികളും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമരജാഥയും 4 മണിയോടെ ഒല്ലൂരിൽ എത്തിച്ചേർന്ന് ഒല്ലൂർ സെന്ററിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം പൊതുസമ്മേളന നഗരിയായ നേതാജി ഗ്രൗണ്ടിലെത്തി ചേരുന്നതായിരിക്കും. ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DYFI ഒല്ലൂർ മേഖലാ ബ്ലോക്ക് സെക്രട്ടറി TS വിഷ്ണു, സംഘടക സമിതി രക്ഷാധികാരി KK രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് CA വൈശാഖ, ബ്ലോക്ക് കമ്മിറ്റി അംഗം ലെനിൻ റപ്പായി എന്നിവർ പങ്കെടുത്തു. DYFIയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19, 20, 21, 22 തീയതികളിലായി തൃശ്ശൂരിൽ വെച്ച് ചേരുകയാണ്. സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ഒല്ലൂർ ബ്ലോക്കിനകത്ത് രാവിലെ 9:30 മുതൽ ചിന്ത പബ്ലിഷേഴ്സിൻ്റെ നേതൃത്വത്തിൽ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ വെച്ച് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ ഗ്രന്ഥകർത്താക്കൾ എഴുതിയ നിരവധി പുസ്തകങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ആ ദിവസം നമുക്കവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം അന്നേ ദിവസം തന്നെ വൈകിട്ട് 5 മണി മുതൽ DYFI സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് MLAയും അതുപോലെ തന്നെ മുൻ മന്ത്രിയും ഒല്ലൂർ നിയോജകമണ്ഡലം MLAയുമായ K രാജനും പങ്കെടുത്തുകൊണ്ടുള്ള അതിജീവനത്തിൻ്റെ ഇടതുബദൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പാനൽ സംവാദവും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം തന്നെ DYFI ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 1-2 തീയതികളിലായി വർഗീയതയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യുവജനദ്രോഹ നയങ്ങൾക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു യുവജന സന്ദേശ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ജൂലൈ 31 മാന്നാമംഗലത്ത് വെച്ച് DYFIയുടെ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് C സുമേഷിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ഓഗസ്റ്റ് 1 പുത്തൂർ പഞ്ചായത്തിലെ പൊന്നുക്കരയിൽ നിന്ന് രാവിലെ ആരംഭിച്ച് ബ്ലോക്കിലെ വിവിധ മേഖലാ കമ്മിറ്റികളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഓഗസ്റ്റ് 2 നന്മണിക്കര പഞ്ചായത്തിലെ പാളായിൽ സമാപിച്ചു.
അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള TS വിഷ്ണു, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് CA വൈശാഖ് വൈസ് ക്യാപ്റ്റനായും ബ്ലോക്ക് ട്രഷററായിട്ടുള്ള MV ജീവൻ അതിൻ്റെ മാനേജറുമായുള്ള ജാഥയാണ് നടന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പരിപാടി കൂടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ആഗസ്റ്റ് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച ഡിവൈഎഫ്ഐയെ കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, മേഖലാ കമ്മിറ്റികൾക്കകത്തൊക്കെ നയിച്ച സെക്രട്ടറി പ്രസിഡന്റുമാരുടെ ഒരു പൂർവ്വകാല സംഗമവും അതുപോലെ തന്നെ ഒരു കലാസന്ധിയും പാലിയേക്കരയിൽ വെച്ച് ആലോചിച്ചിട്ടുണ്ട്, സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. വേലൂപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളിന് വ്യാഴാഴ്ച കൊടിയേറും. വൈകിട്ട് 5-ന് കൊടിയേറ്റം, 5:30-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന ചടങ്ങുകൾ ഉണ്ടായിരിക്കും. വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര കാർമ്മികനാകും. ആഗസ്റ്റ് 14, 15 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 14 വരെ നവനാൾ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 5:30 മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. അന്ന് രാവിലെ 7:15-ന് നടുവം ഹരി മാസ്റ്ററുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജയും തുടർന്ന് രാവിലെ 8:30-ന് ഭാഗവത സേവാരത്നം PC ചന്ദ്രശേഖരൻ ഇളയതിൻ്റെ ഭക്തി പ്രഭാഷണവും ഉണ്ടായിരിക്കും. രാവിലെ 10-ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം സമ്മേളനം നടക്കും. ഭാഗവത സേവാരത്നം PC ചന്ദ്രശേഖരൻ ഇളയത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കും. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് KK അരുണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ആഗസ്റ്റ് 8 വരെ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ രാമായണ പാരായണം ഉണ്ടായിരിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ഞാവൽപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ കലോറി അടങ്ങിയതും ഒപ്പം ശരീരഭാരം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായ പഴമാണ് ഞാവൽ. ഒരു റിപ്പോർട്ട് കാണാം. കലോറി നിയന്ത്രിച്ചുള്ള ഭക്ഷണക്രമത്തെ പിന്തുണയ്ക്കാൻ ഞാവൽ സഹായിക്കുമെങ്കിലും ഇത് മാത്രം കഴിക്കുന്നത് ശരീരഭാരം കുറയാൻ കാരണമാകില്ല. ഞാവൽപ്പഴം കുറഞ്ഞ കലോറിയും ഉയർന്ന അളവിൽ നാരുകളും അടങ്ങിയ പഴമാണെന്നും മെറ്റബോളിക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഞാവൽപ്പഴം മിതമായ അളവിൽ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ഞാവൽപ്പഴം അല്പം ഉപ്പിനൊപ്പം കഴിക്കുന്നത് അതിൻ്റെ രുചി വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഉപ്പിനൊപ്പം കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങളോ ഗവേഷണ റിപ്പോർട്ടുകളോ നിലവിലില്ല. പൊതുവായ ധാരണയ്ക്ക് വിപരീതമായി ഞാവൽപ്പഴത്തിൻ്റെ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് നേരിട്ട് കൊഴുപ്പ് കുറയ്ക്കാനോ കലോറി എരിച്ചു കളയാനോ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനോ സഹായിക്കുന്നില്ല. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ജീവിതശൈലി ക്രമീകരണങ്ങൾക്കും ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിനുമൊപ്പം ഇത് കഴിക്കുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് കുറയ്ക്കാൻ സഹായിക്കും. നാരുകളാൽ സമ്പന്നവും വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നതുമായ ഞാവൽപ്പഴം വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും. സീസൺ അനുസരിച്ച് മിതമായ അളവിൽ ഞാവൽപ്പഴം കഴിക്കുന്നത് സംസ്കരിച്ചതും അമിതമായി സംസ്കരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഘുഭക്ഷണമായി കഴിക്കാനുള്ള പ്രവണത കുറയ്ക്കാൻ സഹായിച്ചേക്കാം. അമിതമായി കഴിക്കുന്നത് പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാം എന്നതിനാൽ സാധാരണയായി ഒരു പിടി പഴം കഴിക്കുന്നത് മതിയാകും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഓണറേറിയം അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കുന്നു. അഭിമുഖം ആഗസ്റ്റ് 11-ന് രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 048724277778. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,460 രൂപ, പവന് 1,07,680 രൂപ. പറപ്പൂക്കര രാപ്പാൾ നൊച്ചിയിൽ മുരളി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷയാണ് ഭാര്യ. മിഥുൻ, നിധിൻ എന്നിവർ മക്കളും രമാദേവി മരുമകളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് ആട്ടോക്കാരൻ പാപ്പു അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ലില്ലിയാണ് ഭാര്യ. റോബിൻ, ലിക്സൺ എന്നിവർ മക്കളും സന്യ, പിൻസി എന്നിവർ മരുമക്കളുമാണ്.
വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് തെക്കിനിയത്ത് ചെറുവാൾക്കാരൻ പോൾസൺ ഭാര്യ അനിത അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനുമോദ്, ജിസ്, അലൻ എന്നിവർ മക്കളും നിത, ശ്യാം സേവ്യർ, മരിയ ആന്റണി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ചിറയത്ത് മാണിയാക്കു ഷാജി അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. സീന മേലേടത്താണ് ഭാര്യ. സാന്ദ്ര, സാവിയോ എന്നിവർ മക്കളാണ്. വട്ടനാത്ര പള്ളത്ത് രവീന്ദ്രൻ ഭാര്യ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാഹുൽ, രേഷ്മ എന്നിവർ മക്കളും ദേവിക, നിമിഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലിപ്പുഴയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുക്കാട് കാഞ്ഞുപാടത്ത് മഴയെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. ആളപായമില്ല. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ മഴക്കാല ദുരന്ത നിവാരണ അവലോകന യോഗം നടത്തി. ദേശീയപാത അമ്പലൂരിൽ നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയ്ക്ക് മുകളിലെ അപ്രോച്ച് റോഡിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി. അളഗപ്പനഗർ LPU സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.